ഗൈസ്, ചൈനയിൽ മാത്രം കണ്ടുവരുന്ന സാധനം, കുട്ടികളുടെ സ്ട്രോളർ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് എടുക്കാം, യൂസ് ചെയ്യാം. നമ്മളൊരു വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു മോളിലാണ് ഗൈസ്. നിങ്ങൾ കാണാൻ പറ്റുമല്ലോ, ജോർജിയോ അർമാനി, ഹുബ്ലോ തുടങ്ങിയ ചെറിയ ബ്രാൻഡുകൾ മാത്രമുള്ള ഒരു ഷോപ്പിംഗ് മോളാണിത്. എന്താ എനിക്ക് കണ്ടാൽ മതിയല്ല, എനിക്ക് ഇങ്ങനെ കയറണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. പിഗെ, അല്ല എൻ്റെ പൊന്നോ, റിമോവ, ബാലൻസിയാഗ, ദിപ്തി, ടാഗ്യുവർ. ടാഗ്യുവറിൻ്റെ വാച്ച് കണ്ടാടെ, മറ്റേ മൊണാക്കോ F1 എഡീഷൻ. മോനെ, F1 ഫാൻസ് ഇപ്പം കിടന്നിപ്പം കണ്ണ് തള്ളും. കേടില്ല, മൊണാക്കോ എഡീഷനാണിത്. ബൈ ദ വേ, വെൽക്കം ബാക്ക് ടു അൽഷസാം. വലിയൊരു അൽഷസാം പരിപാടിയൊന്നുമല്ല, ബിക്കോസ് ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത ബ്രാൻഡുകളുടെ ജട്ടിയൊക്കെ കീറി പൊളന്ന് വെളുപ്പിക്കാൻ ഇടേണ്ടി വരും. ഇവിടെ നിന്നൊക്കെ എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ മൊത്തം സെൻറ്റ് ലോറൻറ്റ്, മറ്റത് മറിച്ചത്, ഉച്ചി. എൻ്റെ പൊന്നളിയാ, ചെറിയ ഒരു കടയില്ലടേ, ഒരു കടയില്ല, ചെറിയ കട. പുണ്ണാക്ക്, ബൾഗാരി, നല്ല സ്ഥലം. പക്ഷേ ഷോപ്പിംഗ്, അതായത് ലക്ഷറി ഷോപ്പിംഗ് സെൻ്ററാണിത്. പക്ഷെ എന്ത് രസമൊന്നുണ്ട് ഇവിടത്തേക്ക്. മോളിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇങ്ങനത്തെ വലിയ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ എന്ത് രസമാണ്. അത് തടിയാടെ ഇത് മൊത്തം. അവിടെ അദൂരതയൊക്കെ ഉണ്ട്. ഓഡിമർ പീഗേര ഷോറൂം, ഡയർ, ക്രിസ്ത്യൻ ഡയർ, ചെറിയ കടകളല്ലേ. മോളിൽ ന്യൂ ബാലൻസും ഫില്ലയൊക്കെ ഉണ്ട് കേട്ടോ. പോപ്മാർട്ടൊക്കെ ഉണ്ട്. അപ്പം ആ ചെറിയ കടകളും ഉണ്ട് ഗൈസ്. അപ്പം എന്താണെങ്കിലും ഒന്ന് കറങ്ങാം. ഇവിടെ ലൂയി വിറ്റോൺ നിസ്സാരം. നല്ല കിടില ഒരു ഷോപ്പിംഗ് മോളാണിത്. മോളോ കോംപ്ലക്സോ എന്ത് വേണമെങ്കിലും എന്നെ പറയാം. ലൂയി വിറ്റോൻ്റെ ഒക്കെ ഷോറൂം ഇരിക്കുന്നുണ്ടോ? അതെ, നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റാർബക്സ്. നിസ്സാര കടയുടെ എന്തായാലും ഒന്ന് കറങ്ങി നോക്കാമല്ലേ, നോക്കാം. ലിറ്റിൽ മോൺസ്റ്ററൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനമാണ് കേട്ടോ ഈ മോളിൽ. അടിപൊളി. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് ജെന്റിൽ മോൺസ്റ്റർ. എൻ്റെ കണ്ണാടി അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് കാണുന്നുണ്ടെങ്കിൽ ജെന്റിൽ മോൺസ്റ്റർ കൊണ്ടുവരിക പ്ലീസ്. അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയിലെ ആപ്പിൾ സ്റ്റോർ പോലെയാണ് ഗൈസ് ഹുവാവിയുടെ സ്റ്റോർ ഇവിടെ. എന്തോ നടയില്ല ഇഷ്യൂ. എന്തോ പൊന്നു മോനെ, ഡിസ്പ്ലേ ഒക്കെ നോക്കിയാണ്. മോനെ, ട്രൈഫോൾഡ്, 3 ഫോൾഡ്, അവരുടെ ലാപ്ടോപ്പുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഹായ്, ഇതാ ഫുൾ ഡിസ്പ്ലേ. ഇതാണ് അവരുടെ പുതിയ സാധനം. ഇവിടെ കീപാഡ് വരും. ഇത് ഡിസ്പ്ലേ ആക്കാം, ഇത് മടക്കാം, തിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡാം മാൻ, സോ ഗുഡ്. ഇത് ആ സെയിം സാധനത്തിന് തിരിച്ചു വയ്ക്കണമെന്നേ ഉള്ളൂ. ലാൻഡ്സ്കേപ്പിൽ ഒറ്റ നോട്ടത്തിലും മറ്റേ നോട്ടത്തിലും പാക്കിങ് അത് തന്നെ. പക്ഷെ ഞാൻ വന്നത് ഇത് ഹുവാവിയുടെ കാറാണ്ടേ ആ ഫ്രണ്ടിൽ കിടന്ന്. എൻ്റെ മോനെ, എന്ത് രസം നോക്കിയാണ്. ഹുവാവിയുടെ കാറ് S800 പിന്നെ ഇതൊക്കെ ഹുവാവിയുടെ കാറാണ്. എടീ, ഷൗമിക്ക് മുന്നേറ്റ് ഹുവാവിക്ക് കാറുണ്ടായിരുന്നല്ലേ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ, ടു ബി ഓണസ്റ്റ്. ആർക്ക് തന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കറിയത്തില്ലായിരുന്നു. ഇത് R7 എന്ന് പറയുന്ന മോഡൽ. അവിടെ S90, M9, ഇത്രയും കാറുകളുണ്ട്. ഐസ് കളറും കിടിലം കാറും. ജലാറ്റോ എന്നൊക്കെ പറയണല്ലേ ഇവിടെ. ഇതൊക്കെ അവരെ കാറടേ, വേറെ ലെവലിൽ. ഞാൻ മോനെ BYD ഒക്കെ പോലത്തെ ഒരു സാധനം. യജാതി, ഒരു രക്ഷയില്ല. എടേ, ഇതൊന്നും കടേ ബെഞ്ചാ. ഇവിടെ മറ്റേ ഡിന്നർ കഴിക്കാല്. ഇവിടെ ക്യാമറ. കിടിലം. സൈഡ് മിററിന്റെ ബാക്ക് സീറ്റ് മൊട്ടം കംഫർട്ട് കേട്ടോ. എന്തോന്നും ലക്ഷറി ആടേ ഇത്. കിടിലം. പൊളി കാറുടെ ഒരുമാതിരി ഭയങ്കര ഒരു പ്രീമിയം സെഗ്മെന്റ്. എനിക്ക് ആ വണ്ടി എന്തോ റോൾസ് റോയ്സോ, ഇതൊരു റോൾസ് റോയ്സിന്റെ ഡ്യൂപ്പോ. ഇതാണെന്ന് തോന്നട്ടോ അവരുടെ ഏറ്റവും പുതിയ സാധനം. നോക്കടാ, കാർ ഹാൻഡിലിന്റെ അവിടെ കണ്ട ആവശ്യമില്ല, ബട്ടൺ നോക്കിയാ മതിയാ. അയ്യവാ, ഇതെന്താ റോൾസ് റോയ്സോ? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇതെന്ത് വണ്ടി ഇത് അല്ലേ? ഉള്ള അകമൊക്കെ നോക്കണേ. എൻ്റെ അമ്മ, ബെന്റ്ലി റോൾസ് റോയ്സ് ലെവൽ സാധനം.
ഫുൾ ലെതർ ഫിനിഷിങ്ങും ബഹളവും. 3 സ്ക്രീനോ? 3 സ്ക്രീൻ. അതല്ല, അതാണ് ഞാൻ ലൈറ്റ്. ഒരു ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ. എന്റെ അമ്മ, എവിടെ മൊബൈൽ ഫോണോ? മൊബൈൽ ഫോൺ അകത്ത് മൊബൈൽ ഫോൺ. സ്ക്രീനാണ്, ഫുള്ള് സ്ക്രീനിലാണ്. ബാക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അള്ളിയോ എന്തൊരു വണ്ടിയാടാ അത്. എയ്സ് 800 ഔട്ട് ഓഫ് ദ വേൾഡ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബട്ടൺ നിൽക്കുക, ഡോറ് തുറന്ന് ഇങ്ങനെ നിൽക്കുക, ഫോൺ ദാ വരുന്നു. ഒരു ഫോൺ ലൈക്ക് ലിറ്ററലി കൺട്രോൾ ചെയ്യാം. ഫോണല്ല, കൺട്രോൾ പാനലാണ്. ബ്രോ, എൻ്റെ ഇത് എന്തുവാടാ സീറ്റ് അറേഞ്ച് ചെയ്യുന്ന സാധനം ക്രിസ്റ്റലില്. ഇവിടെ സ്പീക്കർ, ഹുവാവി സൗണ്ട് കിടലും. എൻ്റെ അമ്മയെ കിടന്നു പോവാ. എൻ്റെ അമ്മ ഫറ് ഏത് തറ ഫറ്. കേട്ടില്ല. മരണ ഫോണല്ലേ, മരണ കാർ. ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ തന്നെ ക്ലോസ് ആവും. ആപ്പിളല്ല, അമേരിക്ക കൊടുത്ത പണി. അതില്ലായിരുന്നെങ്കിൽ ഹുവാവി പൊളിച്ചടിക്കുകയാണ്. ഇത് ക്യാമറ ആണ്, റെയർ വ്യൂ ഇല്ല, റെയർ വ്യൂ ഗ്ലാസ് ഇല്ല. ആ വ്യൂ ഇതോ അവിടെ നിങ്ങളുടെ കൺമുന്നിൽ കണ്ട ഇവിടെ വരും. നോ റെയർ വ്യൂ, ഇവിടെ ക്യാമറ മാത്രമേ ഉള്ളൂ. റെയർ വ്യൂ ഇമേജ് അവിടെ വരും. ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മേറ്റ് സീരീസ്, മേറ്റ് 70. ഇപ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയാന്ന് എനിക്ക് അറിയുന്നതാ. ഇതാണ് അവരെ മേറ്റ് 70 പ്രോ പ്ലസ്. ഈ ഹുവാവിയുടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, ടോപ്പ് നോച്ചാണ്. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, മറ്റേ ഒരു സാധനത്തിൽ നിന്ന് കോപ്പി ചെയ്ത് അപ്പുറത്തിടാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ എടേ, ആ ശരിക്കുള്ള സാധനം തന്നെ ഇത് വേണ്ടേ. ലൈക്ക് ലിറ്ററലി ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, അതിനിങ്ങനെ കാണിക്കും, സിഗ്നൽ കാണിക്കും. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട ആ ഒരു ഹാൻഡിന് സിഗ്നൽ വന്നാണ്ട. ഇത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇവിടെ വരുമ്പം അതേപോലെ അതിങ്ങനെ അലൈൻ ചെയ്യണം. കണ്ട വന്നാണ്ട ഇങ്ങനെ ഇടുക. നൈസ്. വേറെ ലെവലടെ, വേറെ മാതിരി. എന്താണെങ്കിലും അത് വെർത്തായിരുന്നു കേട്ടോ. ഹുവാവിയുടെ ഷോറൂം പൊളിച്ച് സാധനങ്ങളാണ്. പൊന്നാളിയാ കുറേ അറിയാം, പൊളി. പിന്നെയും പോപ്പ് മാർക്കിൽ കയറി. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. സെയിം സ്റ്റഫ്. മറ്റേ ഈ സാധനം വെക്കണം. ഇപ്പോഴത്തെ ഒരു പരിപാടി ഇതാ, ഈ പെണ്ണ്, ഈ ആസ്ട്രോനോട്ട് പെണ്ണ്. പിന്നെ ഇതുണ്ട് ഫൈൻഡിങ് മോക്കോ, മിക്കി മൗസ് ലബൂബു, ഡിസ്നി വേൾഡ് ഉള്ള ഇവിടെ കണ്ട ആർക്കെയിൻ, ഹാരി പോട്ടർ അല്ലേ അത്, ഹാരി പോട്ടർ, ആർക്കെയിൻ, അങ്ങനെ ഹൈക്കൂൻ്റെ സാധനങ്ങൾ കൊള്ളാം. ഓനെ പരിചയമുള്ള ഒരു ബ്രാൻഡ് കിട്ടി, പാർക്കർ പേന. ഗൈസ്, പാർക്കർ പേന ചൈനയാണ്. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എനിക്കറിഞ്ഞൂടാ. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടും. ഒരു 2 പേന വാങ്ങിച്ചാൽ. ദിസ് ഈസ് ദ ജട്ടി കീറൽ ഷോറൂം, ലൈക്കര ഷോറൂമാണ് ഗൈസ്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്കര സാധനങ്ങളൊക്കെ മേടിക്കാം. എൻ്റെ ബാക്കിൽ ന്യൂ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വില കുറവാണ് കേട്ടോ. അതായത് ദർഹംസ് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ 1000 ദർഹം 1500 പറഞ്ഞ സാധനം ഇവിടെ 500 ദർഹമൊക്കെ ഉള്ളൂ. അതായത് ഷൂസൊക്കെ, അതായത് ന്യൂ ബാലൻസിൻ്റെ ഞാൻ ഒരു ഷൂസ് നോക്കിയത് 600 യുവാൻ. 600 യുവാൻ്റെ പകുതി എന്ന് പറയുന്നത് 300 ദർഹം, 350 ദർഹം. 350 ദർഹത്തിനൊന്നും ആ മോഡൽ ഒരിക്കലും കിട്ടൂല. അടിപൊളി. പക്ഷെ നല്ല എന്ത് രസം നോക്കിയാണ്, വ്യൂ നോക്കിയാണ്, ബാക്ക്ഗ്രൗണ്ട്. ഓ മോനെ പൊളി. ഇത് രസമാടാ, കിട്ടില്ല ഷോപ്പിംഗ് സെൻറ്റർ. ഇത്തിരി കത്തിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ചില സ്ഥലത്തൊക്കെ അത്യാവശ്യം ഫീസിബിൾ ആയിട്ടുണ്ട്. ഫിലേരെയൊക്കെ ഷോറൂമുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ഷോറൂമുണ്ട്. സോ യാ, വെരി നൈസ്. വരുന്നവർക്ക് ഇവിടെ വരാം. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തോ ഒരു കട. എന്തായാലും വെർത്തായത് ആ ഹുവാവിയുടെ ഷോറൂമാണ്. പിന്നെ ഈ വ്യൂ
സിറ്റി വ്യൂവും ഇത് രസം നോക്കിയാണ്. അങ്ങനെ ഞാൻ നടന്ന് ഇവിടം വരെ വന്നടേ ഈ വ്യൂ കാണാനായിട്ട്. കൊള്ളാം, നല്ല രസമാണ്, പൊളി സ്ഥലം. അങ്ങനെ ഈ ഒരു സത്യം പറഞ്ഞാൽ ഇനി നേരെ ഷാങ്കിലേക്ക് പോയിട്ട് ഡിന്നറും കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. സോ ബേസിക്കലി ഈ ഒരു വ്ളോഗ് ഇവിടെ തീരും. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒറിജിനൽ വോയിസിൻ്റെ ഒഫീഷ്യൽ പരിപാടിക്കാണ്. അത് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്, വിച്ച് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും. അപ്പോൾ ഈ ഒരു വ്യൂവിലൂടെ ഞാൻ ഈ ഒരു ദിവസത്തെ പരിപാടി അങ്ങ് നിർത്തുന്നു. ബിക്കോസ് ഒന്നും വെറുതെ ഒന്നും പറയാനില്ല, ചെറിയൊരു പരിപാടിയായിരിക്കും, ചെറിയൊരു വ്ളോഗ്. ഹേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ചൈന വിടുകയാണ് ഗൈസ് ഇന്ന്. ഐ ആം ലീവിങ് ബാക്ക് ടു ദുബൈ. എന്താ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത് ആരെങ്കിലും കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളത് പറയാനുള്ളതേ ഉള്ളൂ, ഡോണ്ട് സ്റ്റോപ്പ് ഡ്രീമിങ്. ഡോണ്ട് സ്റ്റോപ്പ് ഡ്രീമിങ്. സ്വപ്നങ്ങൾ കാണാതിരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൊച്ചിലെ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ടു ബി ഓണസ്റ്റ് ഞാൻ ചെയ്തടേ. അതായത് എൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റാണ് ടെക് എന്ന് പറയുന്നത്. ഐ വുഡ് കോൾ മൈസെൽഫ് എ ടെക് എൻതൂസിയസ്റ്റ് റാദർ ദാൻ എ ടെക് എക്സ്പേർട്ട്. ഞാനൊരു എക്സ്പേർട്ടല്ല, ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനൊരു വലിയ ടെക്കിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ യൂസിനാറിയോ ഞാൻ നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. ഒരു സാധാരണക്കാരനൊരു ഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പം റീല് കാണാനും യൂട്യൂബ് കാണാനും അവരുടെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ സ്പെഷ്യൽ മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും ഇപ്പോൾ ചിലവർ വ്ളോഗിങ്ങിന് ചെയ്യാറുണ്ട്. അത് ഓരോ ആൾക്കാർക്കും ഓരോ ഇതായിട്ടത് മാറും. സോ ആ ഒരു സിനാരിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് അതിനെ അങ്ങനെ പുഷ് ചെയ്ത് ഇതിന് ഇങ്ങനെ പുഷ് ചെയ്ത് ഇപ്പം 47 ആപ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതാണെങ്കിൽ ആ 47 ആപ്സിൽ 50 ആപ്പ് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു ഗൂഗിളിൽ ഒരു 100 ടാബ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഐ കോൾ മൈസെൽഫ് എ ടെക് എൻതൂസിയസ്റ്റ്. എനിക്കിത് ഗാഡ്ജറ്റുകൾ പുതിയ യൂസ് ചെയ്യാനും അതിനെപ്പറ്റി അറിയാനും ഈ പറയുന്ന പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ്. പണ്ട് തൊട്ടേ ഭ്രാന്തമായിട്ട് ഓരോ പുതിയ ഫോണുകൾ വരും. അത് നല്ല ഡിജിറ്റിൻ്റെ മാഗസീൻ വായിക്കുക, പി സിയുടെ സാധനങ്ങൾ, DGS മരീന, പഴയ യൂട്യൂബർമാരെ ഫോളോ ചെയ്യുക, ഈ ആപ്പിളൊക്കെ വരുന്ന ഒഫീഷ്യൽ വീഡിയോസ് കാണുക. അങ്ങനെ ഭ്രാന്തെടുത്ത് ഈ പണി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതായത് ലൈഫിൽ പോലും വിചാരിച്ചിട്ടില്ല ഇപ്പം ഞാൻ ചെയ്യുന്ന സാധനം എനിക്കതൊരു ജോലി പോലെ ചെയ്യാൻ പറ്റുമോ. സത്യമായിട്ട് ദർ വാസ് വെരി മിസറബിൾ ടൈം ഇൻ മൈ ലൈഫ്. ലൈക്ക് ജീവിക്കുമോ, എങ്ങനെയെങ്കിലും ജീവിക്കുമോ എന്ന് പോലും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള പല രീതിയിൽ നിന്നും ചാടി വന്നതാണ് ഒരുത്തനാണ് ഞാൻ. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും, എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, വാട്ട് വിൽ ബി മൈ ഫ്യൂച്ചർ. ഞാൻ ദുബായിൽ വന്ന് ഒരുപാട് ജോലി നേടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അത് മതിയാക്കി ഞാൻ പിന്നെ ഖത്തറിൽ പോയി, അവിടെ ഒരു ജോലി ചെയ്ത്, അതും വേറൊരു പേരിൽ മതിയാക്കി നാട്ടിൽ പോയി. ഞാൻ പറയില്ലേ, അന്നൊക്കെ എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേയുള്ള ആഗ്രഹങ്ങൾ ഒരെണ്ണമാണ് സിനിമ ഒന്ന്, പിന്നെ ഇതുപോലത്തെ ടെക്ക് സാധനങ്ങൾ. സിനിമ, ഭയങ്കര അഭിനയ മോഹിയായിരുന്നു കേട്ടോ, ഭയങ്കര. ഇപ്പോഴും അത്യാവശ്യമൊക്കെ ഉണ്ട്, അഭിനയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് മാറി. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ കുറങ്ങി, അത് കുറച്ച് നാൾ അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ കോവിഡ് വന്ന് ഐ നെവർ തോട്ട്, ഞാൻ ആഗ്രഹിച്ച കുറേ സാധനങ്ങളുണ്ട്. ചൈനയിൽ വരിക, ഐ എം ടേക്കിംഗ് ദിസ് വീഡിയോ ഇൻ ചൈന. ഒരു ഫോൺ ലോഞ്ചിൻ്റെ വേറെ ആർക്കും, അതായത് ടോപ്പായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന ഭാഗ്യമാണ്. അതായത് ഗ്ലോബൽ ലോഞ്ചിൽ ഒരു സ്ഥലത്ത് നമ്മളെ വിളിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഐ നെവർ ഇമാജിൻ ഐ വുഡ് റീച്ച് ദാറ്റ്. മനസ്സിലായില്ലേ? ഞാനിപ്പം ഒരു ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് പോയിട്ട് ദർ വാസ് എ മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. വെൻ ഐ വാസ് ലൈക്ക് ഞാൻ 10 പഠിക്കുന്ന സമയത്ത്, 11 പഠിക്കുന്ന സമയത്ത് ഐ വാസ് ഗോയിങ് ത്രൂ എ റഫ് പാച്ച് ഓഫ് മൈ ലൈഫ്.
ഞാൻ മുകളിൽ പോയിരിക്കും. അവിടെ ആരും കാണത്തില്ല. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മുകളിൽ നോക്കി ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ ജീവിതം എന്താണ്? am I going to live tomorrow? Just, it was the most depressing time of my life. If I had a time machine, I will go back to ആ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്, and I will tell him that everything's gonna be all right. Yeah, you're gonna make it. Because like I said, ലൈഫിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടി. ഇറ്റ്സ് അമേസിങ് മാൻ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദാറ്റ് ഡോണ്ട് സ്റ്റോപ്പ് ഡ്രീമിങ്, കീപ് ഡ്രീമിങ്. മറ്റേ കാർത്തി പറയുന്നല്ലേ, ഡെയർ ടു ഡ്രീം, കീപ് ഡ്രീമിങ് മാൻ. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെങ്കിൽ, നമ്മളാരെയും ദ്രോഹിക്കുന്നില്ലെങ്കിൽ, ആൻഡ് വി ആർ ലൈക്ക് 100% ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്, ഇറ്റ് വിൽ ഹാപ്പൻ. പറയണമെന്ന് തോന്നി, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മേ ബി ദിസ് ഇസ് ക്രിഞ്ച്, ഐ ഡോണ്ട് കെയർ. ദിസ് ഇസ് മൈ ലൈഫ് ആൻഡ് ഐ ലവ് ഇറ്റ്. ബൈ ഗൈസ്, അൽഷസാം സൈനിങ് ഓഫ്. ഇനി ദുബായിലെ നൊമാഡിയൻ്റെയും ദുബിനോളജിയുടെയും യാസറിൻ്റെയും പവർ ഗ്രൂപ്പിൻ്റെ കളികൾ.